ഈ വർഷം ജനുവരിയിൽ മാത്രം വാട്സ്ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചത് 99 ലക്ഷം അക്കൗണ്ടുകൾ. വാട്സ്ആപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പണം തട്ടൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനും വാട്സ്ആപ്പ് പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത നിലനിർത്തുക എന്നിവയുടെ ഭാഗമായിട്ടായിരുന്നു നിരോധനം. 2025 ജനുവരി 1 മുതൽ 30 വരെയുള്ള കാലയളവിലാണ് വാട്സ്ആപ്പ് ഇന്ത്യയിലെ 99,67,000 അക്കൗണ്ടുകൾ നിരോധിച്ചത്. അതിൽ 13,27,000 അക്കൗണ്ടുകൾ യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായി തന്നെ നിരോധിച്ചു. വാട്സ്ആപ്പ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ അക്കൗണ്ടുകളും തുടർന്ന് നിരോധിക്കാനാണ് വാട്സ്ആപ്പിന്റെ തീരുമാനം. അക്കൗണ്ട് ദുരുപയോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് നിരോധനം. 2021 ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡ് ലൈൻ ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് നിയമങ്ങൾക്ക് അനുസൃതമായാണ് വാട്സ്ആപ്പിന്റെ പുതിയ നടപടി. 3 ഘട്ടങ്ങളിലായിട്ടാണ് വാട്സ്ആപ്പ് നടപടി സ്വീകരിക്കുന്നത്. സേവനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ അക്കൗണ്ടിനെ പൂട്ടുവീഴും. ഒരുമിച്ച് ഒരുപാട് മെസ്സേജുകൾ അയക്കുക, തട്ടിപ്പിൽ പങ്കാളിയാവുക, തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം അക്കൗണ്ട് നിരോധനത്തിലേക്ക് നയിക്കും. നിയമലംഘന പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും നടപടി ഉണ്ടാകും. ഇന്ത്യൻ നിയമപ്രകാരം നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ നിരോധന നടപടി നേരിടേണ്ടി വരിക. ഉപഭോക്താക്കളുടെ പരാതികളുടെ അടിസ്ഥാനത്തിലും നടപടിയെടുക്കും. അക്കൗണ്ടിൽ നിന്ന് അസ്വാഭാവിക നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലാണ് നിരോധനം നേരിടുക. വാട്സ്ആപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കുന്ന ഉപഭോക്താക്കൾക്ക് നിരോധന ഭീഷണിയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.